വളപ്രയോഗത്തിന് ഡ്രോൺ ഉപയോഗപ്പെടുത്തി കൃഷിവകുപ്പും കർഷകരും. പോത്താനിക്കാട് പുളിന്താനം പാടശേഖരത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ച് രണ്ടാം ഘട്ട വളപ്രയോഗം നടത്തിയത്. ഇതിലൂടെ കൃഷി നടത്താൻ ആവശ്യമായ ചെലവും മനുഷ്യപ്രയത്നവും ലാഭിക്കുകയാണ് കർഷകർ. കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന ഇന്നത്തെ പ്രധാന വെല്ലുവിളിയാണ് ചെലവ് ചുരുക്കൽ. വർദ്ധിച്ച ചെലവ് മൂലം പലരും കൃഷിയെ കൈവിടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ഫലപ്രദമായ ചില നടപടിയുമായി എത്തിയിരിക്കുകയാണ് പുളിന്താനം പാടശേഖര സമിതിയും പോത്താനിക്കാട് കൃഷിഭവനും. നെൽകൃഷിക്കായുള്ള വളമിടിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തുകയാണ് ഇവിടെ. ഡ്രോണിന്റെ വാടകയും ഓപ്പറേറ്ററുടെ ബത്തയും ഉൾപ്പെടെ ചെറിയ തുക മാത്രമേ കർഷകന് ചെലവാകൂ. നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് വളമിടിയിൽ പൂർത്തിയാവുകയും ചെയ്യും. പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളിന്താനം പാടശേഖരത്തിൽ നടത്തിയിരുന്ന മുണ്ടകൻ നെൽകൃഷിയുടെ രണ്ടാം ഘട്ട വളമിടിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തുകയുണ്ടായി. ഇതേക്കുറിച്ച് പോത്താനിക്കാട് കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, ഒരു ഏക്കർ വളപ്രയോഗം നടത്തുന്നതിന് വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ സാഹചര്യമാണ് ഡ്രോൺ വഴി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിന്ന് ഇഫ്കോയും അതോടെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള ഫാക്ടൂണും കൂടിയിട്ടാണ് ഇത് സഹകരിച്ചാണ് ഈ പരിപാടി ഇവിടെ സഹകരിക്കുന്നത്. വളരെ സജീവമായിട്ട് ഇവിടുത്തെ കർഷകരെല്ലാം വളരെ ഉത്സാഹത്തിലാണ്. ഇതുപോലുള്ള യന്ത്രവൽക്കരണ പദ്ധതികളായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നെൽകൃഷി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പാടശേഖരത്തിലും നമ്മുടെ പഞ്ചായത്തിലൊക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ സജീവമായിട്ട് കർഷകർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇന്ന് ഈ പാടശേഖരത്തിലെ ഈ ഡ്രോൺ വഴി ഇഫ്കോയും അതോടൊപ്പം തന്നെ ഫാക്റ്റും പാടശേഖര സമിതിയും കൃഷിഭവനും എല്ലാം ഒത്തൊരുമയോടെ സഹകരിച്ചുകൊണ്ടിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൃഷിച്ചിലവ് കുറയ്ക്കുക, കൂടുതൽ വിളവും ഗുണമേന്മയും ഉറപ്പുവരുത്തുക, കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയവയാണ് പോത്താനിക്കാട് കൃഷിഭവനും പാടശേഖര സമിതിയും ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നാനോ യൂറിയ, നാനോ DAP തുടങ്ങിയ വളങ്ങൾ ഇഫ്കോ, ഫാക്ട് കമ്പനികൾ വഴി സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു. പാടശേഖര സമിതി പ്രസിഡന്റ് പോൾ സി ജേക്കബ്, സെക്രട്ടറി PV വർഗീസ്, കൃഷി ഓഫീസർ ബോസ് മത്തായി, കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ അലിയാർ, ഷെറീന KP, നിയുക്ത ജനപ്രതിനിധികളായ ജിജി മാത്യു, KP ജെയിംസ്, പ്രദീപ് KC, മേഴ്സി ബിജു, അനിൽ അബ്രഹാം, പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.